കാറ്റത്തെ കിളിക്കൂട്ടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുനന്ദയുടെ അടുത്താണെങ്കിൽ നിധി ചോദിക്കുന്നുണ്ട്, നമ്മളാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടത്, നമ്മളാണ് ആരോട് ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്നൊക്കെ നിധി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സുനന്ദ പറയാണ്, ഞാൻ പറയുന്നത് ആര് കേൾക്കാനാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിന് അവിടെ വിലയില്ല, ബാക്കിയുള്ളൊരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു, അതനുസരിക്കാൻ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് സുനന്ദ പറയാണ്. അപ്പം നിധി പറയാണ്, അങ്ങനെ കേട്ടാൽ നിൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്നൊക്കെ നിധി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നിനക്ക് സുഭാഷ് ഏട്ടനുമായിട്ട് ജീവിക്കണോ വേണ്ടയോ നീയാണ് തീരുമാനിക്കേണ്ടതെന്ന് നിധി പറയുന്നുണ്ട്. സുനന്ദ പറയുന്നുണ്ട്, എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കണം. നിധി പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ ധൈര്യമായിട്ടിരിക്കണം, അല്ലാതെ എപ്പോഴും കരഞ്ഞും പിടിച്ചിരുന്ന ഒരു കാര്യവും നടക്കത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കണം. ഞങ്ങൾ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നിടത്ത് നീ വരണം, അവിടെ വെച്ച് നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്താം എന്ന് നിധി പറയാണ്. ഇത് കേൾക്കുമ്പോൾ സുനന്ദയും കിട്ടുന്നുണ്ട്. അപ്പം നിധി പറയാണ്, ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ആഗ്രഹം നടക്കണമെങ്കിൽ ഇതേ ഉള്ളൂ വഴി, അല്ലാതെ നിൻ്റെ വാക്ക് കേൾക്കാനോ നിൻ്റെ ആഗ്രഹം നടത്തിത്തരാനോ ആർക്കും താല്പര്യമില്ലെന്ന് നിധി പറയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വഴി തിരഞ്ഞെടുക്കുന്നതെന്ന് നിധി സുനന്ദയുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ സുനന്ദയെ സമ്മതിക്കുകയാണ്. അങ്ങനെ സുനന്ദയെ പെണ്ണ് കാണാനായിട്ട് ചെറുക്കനും വീട്ടുകാരും എല്ലാവരും എത്തുന്നുണ്ട്. അപ്പോൾ സുനന്ദ സാധാരണ ഒരുങ്ങി നിൽക്കാറില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് കല്യാണം ഇഷ്ടമല്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ സുനന്ദ അന്ന് ഒരുങ്ങി നിൽക്കുകയാണ്. ഒരുങ്ങി നിൽക്കുന്ന സുനന്ദയെ കണ്ടുകൊണ്ട് ലളിത വന്നിട്ട് പറയാണ്, എനിക്ക് സന്തോഷമായി, ആദ്യമൊക്കെ എല്ലാ പെൺപിള്ളേരും ഇങ്ങനെയേ ഉള്ളൂ, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പം എല്ലാവരുടെയും കാര്യം ഇത്രയേ ഉള്ളൂ, എല്ലാവരും മാറി ചിന്തിക്കും. ആദ്യമൊക്കെ എനിക്ക് അയാളെ മറക്കാൻ പറ്റത്തില്ല, അയാളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ തോന്നും, പിന്നെ അങ്ങ് മാറും എന്ന് ലളിത പറയുകയാണ്. അതുപോലെയാണ് നിൻ്റെ കാര്യം, ആദ്യം നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയെങ്കിലും ഇപ്പം ചെറുക്കൻ വന്നപ്പോൾ നീ ഒരുങ്ങി വന്നല്ലോ, ഇപ്പം അതൊക്കെ നീ ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടോളും, കല്യാണം കഴിയുമ്പോൾ നീ പൂർണ്ണമായിട്ട് എല്ലാം മറന്നോളും എന്ന് ലളിത സുനന്ദയുടെ അടുത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുനന്ദയാണെങ്കിൽ ലളിത ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ചെറുക്കൻ്റെ അടുത്തേക്ക് ലളിത സുനന്ദയും വിളിച്ചുകൊണ്ട് പോവാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സംസാരവും ചെറുക്കനെ പരിചയപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗംഗാധരനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ടേക്ക് സുനന്ദ ചായയായിട്ട് ചെല്ലുകയാണ്. ചായ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും സുനന്ദയുടെ അടുത്ത് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സുനന്ദ വലുതായിട്ടൊന്നും മിണ്ടുന്നില്ല. സുനന്ദയ്ക്ക് നല്ല വിഷമമുണ്ട്. ഈ സമയത്താണെങ്കിൽ അവിടെ സുഭാഷിൻ്റെ വീട്ടിൽ സുഭാഷിനോട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷും അതുപോലെ സുധീഷും നിധിയെല്ലാം പറയുകയാണ്, സുഭാഷ് ഏട്ടാ, സുനന്ദയാണെങ്കിൽ ഇറങ്ങി വരാൻ തയ്യാറാണ്, സുഭാഷ് ഏട്ടനും കൂടെ റെഡിയായാൽ മതി എന്ന് പറയാണ്. അതൊന്നും നടക്കത്തില്ല എന്ന് സുഭാഷ് പറയാണ്. അങ്ങനെ ഈ വിവാഹം നടക്കത്തില്ലെന്ന് സുഭാഷ് പറയാണ്. അപ്പം നിധി ചോദിക്കുകയാണ്, എന്തായാലും സുഭാഷ് ഏട്ടന് സുനന്ദ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല. ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങളുടെ വിവാഹം സുനന്ദയുടെ വീട്ടുകാർ ഒരിക്കലും നടത്തി തരത്തില്ല, അത് ഉറപ്പാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. ഹരീഷ് പറയാണ്, നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചില്ലേ, അപ്പോൾ അവർ തരാനിരുന്നല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ ആഗ്രഹം മാത്രം ഇപ്പം മുൻനിർത്തിയാൽ മതിയെന്ന് ഹരീഷ് പറയാണ്. അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതിയെന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നത്, അതൊന്നും ശരിയല്ലടാ എന്ന് പറയുന്നുണ്ട്. അപ്പം നിധി പറയാണ്, നമുക്ക് എന്താണോ ആഗ്രഹം, നമ്മുടെ ഇഷ്ടം എന്താണോ അത് എങ്ങനെയും നേടിയെടുക്കാൻ നോക്കുക, അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതിയെന്ന് നിധി പറയാണ്. ഇത് കേൾക്കുമ്പോൾ സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല. ഹരീഷ് പറയാണ്, സുഭാഷ് ഏട്ടനും സുനന്ദയ്ക്കും നല്ലൊരു ജീവിതം കിട്ടാനില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയവരാണ്, അപ്പം നിങ്ങൾ രണ്ടുപേരാണ് ഒന്നിക്കേണ്ടത്, സുഭാഷ് ഏട്ടൻ ഒന്ന് സമ്മതിച്ചാൽ മതി, സുനന്ദ വരാൻ തയ്യാറാണെന്ന് നിധി വീണ്ടും പറയുകയാണ്. സുഭാഷ് ചോദിക്കുകയാണ്, സുനന്ദ അങ്ങനെ പറഞ്ഞു? ആ, സുനന്ദ അങ്ങനെ പറഞ്ഞു, സുനന്ദ സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കണം, അതുകൊണ്ട് ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞതെന്ന് നിധി പറയുകയാണ്. രൂപേഷും എല്ലാവരും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഈ വിവാഹത്തിന് സമ്മതിക്കുക, അല്ലാതെ വേറെ ഒരു വഴിയില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമാവുകയും ചെയ്യും, ഇപ്പം അവിടുത്തെ വല്യച്ഛനെ കുറിച്ചോ സുനന്ദയുടെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ട, ഇപ്പം സുഭാഷ് ഏട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്ന് രൂപേഷും പറയുന്നുണ്ട്. സമ്മതിക്ക് സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്. അവസാനം സുഭാഷ് സമ്മതിക്കുന്നുണ്ട്. ശരി, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറയാണ്. ഇത് പറയാണ്, നാളെയാണ് രജിസ്റ്റർ മാരേജ്, നാളെ സുനന്ദ എത്തുമോ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. അപ്പം നിധി പറയാണ്, സുനന്ദ എത്തും, സുനന്ദ എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞാണ്, നാളെ സുനന്ദ എത്തുമെന്ന്, നമ്മൾ നേരെ രജിസ്റ്റർ ഓഫീസിലോട്ട് ചെന്നാൽ മതി, അവിടത്തേക്ക് സുനന്ദ എത്തിക്കോളും എന്ന് പറയാണ്. ഹരീഷ് പറയാണ്, അവിടെ ഉള്ളവരെ കണ്ണു വെട്ടിച്ച് വേണ്ടേ സുനന്ദേച്ചി വരാൻ, അതിൻ്റെ ഒരു പാട് കാണും. അന്നേരം സുഭാഷ് ചോദിക്കുകയാണ്, ഇതൊക്കെ വേണോ മക്കളെ, ഇതൊക്കെ വലിയ റിസ്ക് ഉള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. നിധി പറയാണ്, റിസ്ക് എടുത്താലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചൂടെ, ആ സുനന്ദയ്ക്കും സുഭാഷ് ഏട്ടനും നിങ്ങൾ ഇഷ്ടമല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇഷ്ടം വേണ്ടാന്ന് വെക്കുന്നത് എന്ന് നിധി ചോദിക്കുകയാണ്. അങ്ങനെ സുനന്ദയുടെയും സുഭാഷിൻ്റെയും കല്യാണം നടക്കാൻ പോവുകയാണ്.